ഷാഫി പറമ്പിൽ എംപിക്കെതിരായ EN സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ നിയമോപദേശം തേടുമെന്ന് പോലീസ്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച 2 പരാതികൾ പോലീസ് പരിശോധിക്കും. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പരാതികൾ ടൗൺ നോർത്ത് പോലീസിന് കൈമാറും. ഐഷത്തുൽ ഷംന പാലക്കാട് എന്ന വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു. ഷംന, അതിൽ കേസെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് പോലീസിന് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്? ഷംന. ഹാഷ്മി, അത് തന്നെയാണ് കോൺഗ്രസ് അടക്കം ഇപ്പോൾ ചോദിക്കുന്നതും. എന്തായാലും വിഷയം കൂടുതൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിക്കുന്നത്. കാരണം അതിഗുരുതരമായ ആരോപണമാണ് ഒരു ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, CPM-ന്റെ ഒരു ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സ്ത്രീ വിഷയങ്ങളിൽ അവർ കൂട്ടുകച്ചവടമാണ് നടത്തുന്നത്. കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടാൽ ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കും. അതുകൊണ്ടൊക്കെയാണ് ഷാഫി രാഹുലിനോട് രാജി ആവശ്യപ്പെടാത്തത് എന്നതടക്കം ഗുരുതരമായ EN സുരേഷ് ബാബു ഉന്നയിച്ചിരുന്നത്. ഇതോടുകൂടി ഷാഫി മറുപടിയുമായി എത്തുകയും ചെയ്തു. അതായത് ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം, ഇത് ആരോപണങ്ങൾ എന്ന് പോലും വിളിക്കാൻ കഴിയില്ല, ഇത് വ്യക്തി അധിക്ഷേപമാണ് എന്ന തരത്തിലൊക്കെ ഷാഫി പ്രതികരിക്കുകയുണ്ടായി. പിന്നീട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയ സമയത്ത് EN സുരേഷ് ബാബു അതിൽ മലക്കം മറിയുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഷാഫിയുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല, അത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമായിരുന്നു എന്നാണ് സുരേഷ് ബാബു പ്രതികരിച്ചത്. ഇത് വെറുതെ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു, ആ പേരാണെന്ന് താൻ ഹെഡ്മാഷ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഹെഡ്മാഷ് ഷാഫി ആണെന്ന് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു. അത് ശരിവെച്ചുകൊണ്ട് ഷാഫി പ്രതികരിച്ചു, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഷാഫിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ, അപ്പോൾ കാണാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയായിരുന്നു സുരേഷ് ബാബു ചെയ്തിരുന്നത്. ഒപ്പം തന്നെ അത് നേരിട്ട് ഇനി ആ വിഷയത്തിൽ പ്രതികരിക്കാനില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടിടത്ത് അത് പറഞ്ഞോളാം എന്നുകൂടി സുരേഷ് ബാബു പറയുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഈ വിഷയം നിയമപരമായി തന്നെ നേരിടാൻ തയ്യാറായത്. ഇതോടുകൂടി ബ്ലോക്ക് കമ്മിറ്റിയും ഒപ്പം മണ്ഡലം കമ്മിറ്റിയും വിഷയം പോലീസ് മേധാവിക്ക് തന്നെ പരാതി നൽകി. ഇതിലാണ് ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ ഒരു നിയമോപദേശം തേടുന്നത്. എന്തായാലും വിഷയം പ്രാഥമികമായി അന്വേഷിച്ച ശേഷം ടൗൺ നോർത്ത് പോലീസിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി. ഷംന, ഇതിൽ EN സുരേഷ് ബാബുവും ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് മാധ്യമങ്ങൾ ആണ് ഷാഫിയുടെ പേര് പറഞ്ഞതെന്ന് സുരേഷ് ബാബു പറഞ്ഞത് യഥാർത്ഥത്തിൽ വ്യാജമാണ്, കള്ളമാണ്. ഷാഫിയുടെ പേര് സുരേഷ് ബാബു തന്നെ പറഞ്ഞതാണ്, അന്ന് നേർക്കുന്നവർ അത് പറഞ്ഞാണ്. പിന്നീട് അതൊരു മലക്കം മറിച്ചൊരു സപ്പോർട്ട്, അത് മറ്റൊരു കാര്യം. ഇതിൽ തേർഡ് പാർട്ടി പരാതി നൽകി എന്നുള്ളത് കൊണ്ടാണോ കേസെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൺഫ്യൂഷൻ? അങ്ങനെ തേർഡ് പാർട്ടി പരാതി കൊടുത്ത വിഷയങ്ങളിൽ കേസെടുത്ത സംഭവങ്ങൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഷംന. ഹാഷ്മി, ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഒന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും സുരേഷ് ബാബു പറഞ്ഞിരുന്നത് ഷാഫി തന്നെ അതിൽ നിയമ നടപടിക്ക് പോട്ടെ, ഷാഫിക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഷാഫിയെ ഞാൻ വെല്ലുവിളിക്കുന്നു, അങ്ങനെ പരാതിയുമായി പോകട്ടെ, അപ്പോൾ തെളിവുകൾ എനിക്ക് പറയേണ്ടിടത്ത് ഞാൻ പറഞ്ഞോളാം. മറ്റൊന്ന്, കോൺഗ്രസ് കൂടുതൽ പ്രകോപിപ്പിച്ചാൽ വിനയാകുന്നത് കോൺഗ്രസ് തന്നെ ആയിരിക്കുമെന്ന് കൂടി ഒരു വിമർശനമുണ്ടായിരുന്നു. ആ സമയത്ത് VD സതീഷിന് നേരെ വരെ ആരോപണം ഉന്നയിച്ചു. അതായത് VD സതീഷിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ തിരിഞ്ഞപ്പോഴാണ് VD സതീശൻ വിഭാഗം തന്നെ രാഹുലിനെതിരായ തെളിവുകൾ, ഓഡിയോ ക്ലിപ്പുകൾ അടക്കം പുറത്തുവിട്ടത് എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. എന്തായാലും ഇതോടുകൂടിയൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് സുരേഷ് ബാബു പറഞ്ഞതോടുകൂടിയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയത്. എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് ഈ ഒരു വ്യക്തി അധിക്ഷേപം നടത്തിയതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നതിൽ പാർട്ടിയെ വരെ ഇകഴ്ത്തി കാണിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ആ വിഷയങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പരാതി നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ നിയമ നടപടിയെടുക്കാൻ പരാതിക്കാരുടെ കാര്യങ്ങൾ അത് വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാവാത്തത് എന്നൊക്കെ ചോദ്യം ഉയരുകയാണ്. കൂടുതൽ വിശദീകരണം എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന്. ഹാഷ്മി. ഓക്കെ, ഐഷത്തുൽ ഷംനയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ പരാതിയിൽ അതിൽ നിയമോപദേശം തേടുകയാണ് പോലീസ്, കേസെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. എനിക്കൊന്നു മൂന്നാമതൊരാൾ ഷാഫി പറമ്പിൽ നേരിട്ട് നൽകിയ പരാതിയല്ല എന്നൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ അതിൽ കൺഫ്യൂഷൻ, അറിയില്ല. എന്തായാലും നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.